ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ലവ് സ്റ്റോറി പാർട്ട് 2, അതായത് ഞങ്ങൾ പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു, 2 പാർട്ട് ചെയ്യാനായിരുന്നു. അപ്പോൾ പാർട്ട് 2 പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇടാൻ താമസിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവിനെ എൻ്റെ കൂടെ കിട്ടത്തില്ല. അതുകൊണ്ടാണ്. കാര്യം അവന് ജോലിയുള്ളതുകൊണ്ട് അവനെന്നും പോകണം. പിന്നെ അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമായിരിക്കും. പിന്നെ എനിക്കും എടുക്കാൻ മൂഡ് കാണത്തില്ല വൈകിട്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പിന്നെ ലീവുള്ള ഞായറാഴ്ച. ആ ഞായറാഴ്ച പല കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വരും. പിന്നെ അങ്ങനെയും സമയം കിട്ടാറില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി അവനെ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇൻട്രോ എടുത്ത് ഞാൻ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ പാർട്ട് 1 ഞങ്ങൾ പറഞ്ഞു നിർത്തിയത് ഞങ്ങൾ കല്യാണം കഴിക്കാനുള്ള റീസൺ ആ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഇൻബോക്സ് ചെയ്തിട്ട് കുറേ പിള്ളേരൊന്ന് ചോദിച്ചായിരുന്നു, ചേച്ചി എന്നോടെങ്കിലും ആ കാരണം ഒന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം ആരോട് പറഞ്ഞു, അവന് പാർട്ട് 2. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊന്നുമല്ല, കല്യാണം കഴിക്കാൻ പോകാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ച ആയപ്പോൾ മുതലേ ഞങ്ങളുടെ റിലേഷൻ പിടിച്ചിരുന്നു, വീട്ടിലറിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടങ്ങ് തിരുതിരാ പൊക്കലായിരുന്നു. പിന്നെ ഞാൻ കോളേജിൽ ചേർന്നു, ബികോമിന് TKM കോളേജിൽ ചേർന്നിരുന്നു. അപ്പോൾ അവിടെ ചേർന്നു കഴിഞ്ഞ് കോളേജ് നാളെ ഓപ്പൺ ആവും. അപ്പോൾ ഇന്നത്തെ ദിവസം തലേന്ന് എനിക്ക് വയ്യ. ഞാനപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഞങ്ങളുടെ ഒരാൾ വീഡിയോ ഒരാൾ അയച്ചു കൊടുത്തു. അങ്ങനായിരുന്നു ഒരു പൊക്കിയത്. വ്യത്യാസം ഞാൻ കോളേജിൽ പോയില്ല, നീ കോളേജിൽ പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഇനി ഇല്ല, ഒരിക്കലും ഇല്ല, ഈ റിലേഷനെ ഞാനിത് നോക്കുന്നില്ല അങ്ങനെ പറഞ്ഞാൽ ഞാൻ പിന്നെ കോളേജിൽ പോകുന്നത്. പിന്നെ കോളേജിൽ പോയി അങ്ങനെ എന്താ ഒരു പരിവം അധികം ഒന്നും പൊക്കാതെ ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയി കോളേജിൽ കയറി ആ ഒരു ടൈം പൊക്കിയതുള്ളൂ, പിന്നെ പൊക്കിയിട്ടില്ല. അങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഒരു കോളേജിലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അവളും ഞാനും തമ്മിൽ അടിയിട്ടു. എന്തിനാ അടിയിട്ടെന്ന് കറക്റ്റ് റീസൺ എനിക്ക് ഓർമ്മയില്ല. കാര്യം 2 വർഷത്തോളം ആയാലും എനിക്ക് കറക്റ്റ് റീസൺ ഓർമ്മയില്ല. അങ്ങനെ അടിയിട്ട് വൈകിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഇവൾ എന്നെ കുറച്ച് ചീത്ത വിളിച്ചു, കുറേ മെസ്സേജ് അയച്ചു. അന്നേ സമയത്ത് വഴക്ക്. അങ്ങനെ മെസ്സേജ് അയച്ചു. ഞാൻ ആ മെസ്സേജ് ചെയ്താൽ ഞാൻ വീട്ടിൽ നിന്ന് കരഞ്ഞ് ചേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ കരച്ചില്ല. അപ്പോൾ എന്താ പറ്റി ചോദിച്ചപ്പോൾ ഞാൻ ഇന്നോടെ കാര്യം പറഞ്ഞു. ഇവൾ അയച്ച മെസ്സേജ് അല്ല, ഞാൻ ചേട്ടനെ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ ഞാൻ ചേട്ടനെ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തപ്പോൾ ചേട്ടൻ അത് കണ്ട് ദേഷ്യമായി. ചേട്ടൻ എന്തോ ഇത് ഇവളുടെ അമ്മയെ വിളിച്ചു. പുള്ളിക്കാരിയുടെ അമ്മയെ വിളിച്ചിട്ട് ചേട്ടൻ പറഞ്ഞു ഇന്ന പോലെ ഇവളെ വിളിച്ചു ഓരോന്ന്. അപ്പോൾ ചേട്ടനുള്ള വീട്ടിൽ വിളിച്ചു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ കോൺഫറൻസ് കോളിലുണ്ട്. പക്ഷെ എനിക്ക് എന്തൊക്കെ ഇപ്പം പറഞ്ഞതെന്ന് ഓർമ്മയില്ല. എനിക്കതിന് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അവ എൻ്റെ കരച്ചിലുണ്ട് ദേഷ്യം വന്ന്, ചാറ്റം കണ്ട് ദേഷ്യം വന്ന് ചേട്ടൻ വിളിച്ചു കൊള്ളാമേ. എന്നിട്ട് ഇവളെന്തോ ചെയ്തെന്നറിയോ, ഇവളുടെ വീട്ടിലും സീനായും തോന്നുന്നു. പിറ്റേ ദിവസം ഞാൻ കോളേജിൽ പോകാൻ നിന്ന്, എൻ്റെ അമ്മ ജോലിക്ക് പോയി, ഞാൻ കോളേജിൽ പോകാനായിട്ട് റെഡിയായി കോളേജിലോട്ട് ഇറങ്ങി. ആ സമയത്ത് എന്താ ചെയ്യുന്നറിയോ, ഇവൾ എൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളുടെ റിലേഷൻ്റെ കാര്യം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ആ സമയത്ത് ഞാനും ചേട്ടനും അമ്പലത്തിലൊക്കെ പോകുമ്പം അവിടുന്ന് സിന്ദൂരം കിട്ടുമല്ലോ, ആ സിന്ദൂരം എനിക്ക് ചേട്ടൻ ഇവിടെ ഇങ്ങനെ നെറ്റിൽ നെറുകയിൽ ഇങ്ങനെ ഇട്ട് തരും. അങ്ങനെയൊക്കെ അവൾ ഓരോ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ പെണ്ണ് ഈ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് എൻ്റെ ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞെന്നുള്ള രീതി പറഞ്ഞു കൊടുത്തു. അപ്പോഴത്തേനും എൻ്റെ അമ്മയ്ക്ക് കലിപ്പായി. എൻ്റെ അമ്മ എന്നെ വിളിച്ച് നീ കോളേജിൽ പോകണ്ടെന്നുണ്ട്. അപ്പോഴത്തേനും ഞാൻ ബസ് കയറിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ കോളേജിൽ പോവാ. അങ്ങനെ അമ്മ ഭയങ്കര കലിപ്പായി. ഞാൻ കോളേജിൽ ചെന്നിട്ട് എൻ്റെ വേറെ കൂട്ടുകാരോട് കാര്യം പറഞ്ഞു. എനിക്ക് ആ കലിപ്പ ഞാൻ പിന്നെ ഇവളുടെ അമ്മയെ വിളിച്ച് ഞാൻ അങ്ങനെ ഇവളുടെ റിലേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ മൊത്തത്തിൽ കലിപ്പായി, വൻ സീനായി. ഞങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കായി, ഉടക്കായി. അങ്ങനെ
ഞങ്ങൾ നല്ല കലിപ്പായി ഇങ്ങനെ പറയൂ കൊടുത്ത് വൻ കലിപ്പായി. പക്ഷെ ഇപ്പൊ എനിക്ക് അവളോട് ഈ കലിപ്പൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു കലിപ്പ് ഉണ്ടായിരുന്നു. എന്റെ കല്യാണം കഴിഞ്ഞ് എന്റെ കുഞ്ഞിന് 1 വയസ്സെങ്ങാണ്ട് ആവാറായപ്പോൾ എങ്ങാണ്ടാ ഞാൻ ഇവളോട് മിണ്ടുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് ഈ കലിപ്പൊന്നും ഇല്ല. കാര്യം ഇപ്പൊ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ ഞാൻ ഈ കോളേജിൽ ചേർന്നപ്പോൾ ഞാൻ ആദ്യം പരിചയപ്പെട്ടതും അവളെയാ. പിന്നെ ഇങ്ങനെ എന്തോ ഒരു വഴക്കിന് കുറച്ച് സമയത്തിന് അങ്ങനെ നടന്നുപോയി. പിന്നെ ഇപ്പൊ ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ ആദ്യം അവളോടാ പോയി ചോദിക്കുന്നത്. എന്റെ ഈ വീഡിയോ ഇട്ടെങ്കിൽ ആദ്യം കൊള്ളാവോന്ന് അവളോടാ പോയി ചോദിക്കുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവൾ എനിക്കത് പറഞ്ഞു തരും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം അവളോട് പറയാം. അവളും അതുപോലൊക്കെ തന്നെ ഇങ്ങോട്ടും. ഇപ്പൊ ഞങ്ങള് ഭയങ്കര കൂട്ടായിട്ടോ. അങ്ങനെ ഞാൻ വൈകിട്ട് എന്റെ വീട്ടിൽ ചെന്നപ്പം വീട്ടിൽ മുട്ട കലിപ്പ്. ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ രീതിയിലാണ് ഇവരുടെയൊക്കെ സംസാരം. അപ്പോ എന്നെ പുറത്തോട്ടൊന്നും വിടത്തില്ല. എന്റെ പഠിത്തം നിർത്തുവാന്ന് പറഞ്ഞു. നിന്റെ പഠിത്തം നിർത്തുക, പിന്നെ ചേട്ടന്റെ പേര് കേസ് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു രീതി എത്തി. എനിക്ക് മനസ്സിലായി എനിക്ക് പുറത്തോട്ട് പോകാൻ പറ്റില്ല. അപ്പത്തേനും എന്റെ അച്ഛൻ നാട്ടിലില്ല. എന്റെ അച്ഛൻ എറണാകുളത്താ. അപ്പോൾ അച്ഛനെ പിറ്റേ ദിവസം വിളിച്ച് വരുത്താനിരിക്കുക. അങ്ങനെ വരുത്തി എനിക്ക് TC ഒക്കെ വാങ്ങിച്ച് വെക്കാനോ അങ്ങനത്തെ ഒക്കെ പ്ലാനാണെന്ന് വീട്ടിൽ പറഞ്ഞു. പക്ഷെ ഞാൻ വീട്ടിൽ അങ്ങനൊന്നും ചെയ്യത്തില്ലെന്ന. അങ്ങനെ വീട്ടില് അന്നേരം പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനൊന്നും ചെയ്യത്തില്ലായിരുന്നു, നീ എന്തിനാ ഉടനെ പോയി കല്യാണം കഴിച്ചെന്നൊക്കെ എന്നോട് ചോദിച്ചു. നടത്തി തരത്തില്ലായിരുന്നു എന്നൊക്കെ അങ്ങനെയൊക്കെ വീട്ടിൽ ചോദിച്ചു. പിന്നെ വലിയ കളിപ്പായി. അടുത്ത ദിവസം 24-ാം തീയതി ആട്ടോ ഇത് വീട്ടിലറിയുന്നു. അങ്ങനെ 25 ഞാൻ കോളേജിലൊന്നും പോയില്ല. അപ്പോൾ കോളേജിലൊന്നും പോവാതെ ഞാൻ ചേട്ടനെ വിളിച്ച് വരുത്തി, ബാ നമുക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ എന്റെ വീടിന്റെ പകുതി വരെ വന്നിട്ട് ഇവരെന്നെ പറ്റിച്ചു. വേണ്ട നമുക്ക് പോകണ്ട, ഇവൻ തിരിച്ചുപോയി. അപ്പൊ എന്നോട് കിച്ചാപ്പിയും വന്നു. എന്നിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തിയേ. അപ്പൊ 26-ാം തീയതി ഞാൻ വിളിച്ചിട്ട് ഇവൻ എന്നെ പറ്റിച്ചു. ഇവനങ്ങ് തിരിച്ചുപോയി. നിരാശ പറ്റിച്ചെന്നെ. എന്നിട്ട് ഇവൻ തിരിച്ചു പോയി കഴിഞ്ഞ് ഞാൻ വലുതായി. പിന്നെ എന്റെ ഞാൻ പറഞ്ഞു എന്റെ വേറൊരു കൂട്ടുകാരിയൊക്കെ ഉണ്ടെന്ന്, അവരൊക്കെ എന്നെ കാണാൻ വന്നു. എന്നിട്ട് കാണാൻ വന്നു കഴിഞ്ഞിട്ട് ഇവരുടെ കൂടെ ഞാൻ ഇവനെ കാണാൻ പോയി. ഇവര് വണ്ടിയിലായിരുന്നു. ഇവനെ കാണാൻ പോയി. ഇവനോട് ഞാൻ ബ്രേക്കപ്പ് പറഞ്ഞു. ഇവനെന്നെ പറ്റിച്ചില്ല. ഞാൻ ബ്രേക്കപ്പ് പറഞ്ഞിട്ട് ഇവന്റെ ഫോട്ടോ അല്ല ഇവന്റെ ഫോണിൽ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ആ കലിപ്പിൽ ഞാൻ വീട്ടിൽ വന്നു. പിന്നെ ഞങ്ങൾ വൈകിട്ടപ്പോഴത്തേനും സെറ്റായി കേട്ടോ. അങ്ങനെയൊന്നും ബ്രേക്കപ്പ് ആകാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ വൈകിട്ട് വിളിച്ച് സോറിയൊക്കെ പറഞ്ഞ് നമുക്കിപ്പോഴേ പോകണ്ട. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, എപ്പോഴൊന്നും പോകണ്ടെന്ന്. അങ്ങനെ 26-ാം തീയതി രാവിലെ അതിലും വലിയ കലിപ്പ്. അപ്പൊ എനിക്ക് വയറിന് സുഖമില്ലാതിരിക്കുക. അതിലും വലിയ കലിപ്പ്. ചേട്ടൻ്റെ വീട്ടിൽ നിന്നും എല്ലാം ഭയങ്കര കലിപ്പ്. എന്നിട്ട് ഇങ്ങനെ എന്തുവായിരുന്നു, ചേട്ടനെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇല്ല ഇനി പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്റെ പഠിത്തം നിർത്തും, എന്തായാലും പഠിത്തം നിർത്തും, പിന്നെ അച്ഛൻ വരും, പിന്നെ ഇവന്റെ പിരി കേസ് കൊടുക്കും, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേനും എനിക്കും ടെൻഷനായി. വേണ്ടെന്നുള്ള പോവാ. വീണ്ടും കിച്ചു പോയി ഗൈസ്. എന്നിട്ട് അങ്ങനെ ഞങ്ങളപ്പോൾ വിചാരിച്ചു ഓക്കെ ഞങ്ങൾക്കെങ്കിൽ പോവാമെന്നുള്ളതായി. എന്നിട്ട് എന്നെ കോളേജിൽ വിടത്തില്ലായിരുന്നു. പക്ഷെ എൻ്റെ കൂട്ടുകാരി വിളിച്ചു പറഞ്ഞു, വേറെ കൂട്ടുകാരി വിളിച്ചു പറഞ്ഞു, ഇതുപോലെ ആൻ്റെ ആളെ കോളേജിൽ വിടാമെന്ന് അമ്മ വിളിച്ചു പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു എന്തായാലും ഇന്നും കൂടെ അവളെ വിടാം. എന്നിട്ട് അമ്മ അവളോട് പറഞ്ഞ കാര്യം കേട്ടോ, ഞാനത് കേട്ടായിരുന്നു പറയുന്നത്. എന്നിട്ട് വിടാം. എന്നിട്ട് ഞാൻ നേരെ കോളേജിൽ വന്നിട്ട് അവിടെ TC വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അല്ല അത് എന്നോടാ പറഞ്ഞു, TC വാങ്ങിക്കും, ഇന്നൂടെ നിന്നെ വിടും. എന്നിട്ട് ഞാൻ ഉച്ചയാകുമ്പോൾ അമ്മ അവരുടെ പോയിട്ട് നേരെ TC വാങ്ങിക്കാൻ വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ കണ്ടോളാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, വണ്ടിക്കൂലി അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചില്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പണ്ട് കുറച്ച്. അപ്പം അമ്മയ്ക്ക് ഡൗട്ട് അടിച്ചു, വണ്ടിക്കൂലി സാധാരണ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, ഞാൻ അമ്മയുടെ വണ്ടിക്കൂലി വാങ്ങിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഇത് വാങ്ങിച്ചില്ലല്ലോ. അങ്ങനെ എൻ്റെ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടുകാരി, ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുക, എൻ്റെ കൂട്ടുകാരെ എന്നെ വിളിച്ചു ചോദിച്ചു, നീ എന്താ അമ്മയുടെ നിന്ന് ഫണ്ട് വാങ്ങിക്കാൻ? പിന്നെ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഇവളോടും ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്നലെ പോവാന്ന് ഞാൻ ഇവളോടും പറഞ്ഞിട്ടില്ല. ഇവളോടും ഞാൻ പറഞ്ഞേക്കുന്നത് എന്തോ നേരെ കോളേജിലോട്ട് ഞാൻ വരുവാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ചേട്ടൻ അപ്പം എൻ്റെ സ്റ്റോപ്പിലോട്ട് ഒരു ഓട്ടോ വിളിച്ചു വന്നു. അന്ന് ചേട്ടൻ ബൈക്ക് കേടാ. അപ്പോൾ ഞാൻ ഇവനെ അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ ബസ് സ്റ്റോപ്പിലോട്ട് ഞാൻ ഓടിച്ചു, പെട്ടെന്ന് വരാമെന്ന് ഇവൻ ഓടാൻ പറഞ്ഞു. അവന് ഓടിച്ച് അവനൊരു ഓട്ടോ വിളിച്ച് എൻ്റെ സ്റ്റോപ്പിൽ വന്നു. ഞാൻ അവൻ്റെ ഓട്ടോയിൽ കയറിയപ്പോഴും അവൻ്റെ മനസ്സിൽ ഇപ്പോഴേ പോകണമെന്നൊരു പ്ലാൻ. എന്നെ നമ്മൾ സംസാരം കുറച്ചിരുന്നിട്ട് അങ്ങ് പോവാൻ അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. പക്ഷെ ഓട്ടോയിലിരുന്ന് ദൈവന്തപുരൻ ഇതുപോലെ ഇവൻ്റെ
ജോലി ചെയ്യുന്നിടത്ത് ജോലി ചെയ്യുന്ന ഇവൻ്റെ ഒരു ചേട്ടൻ വിളിച്ചപ്പം പറഞ്ഞൊരു സീനുണ്ടെന്ന് ആ ചേട്ടനോട് പറഞ്ഞു. അപ്പം ആ ചേട്ടൻ എടുത്ത വഴി ചോദിച്ചു, എന്തുവാടാ നീ? ആ ചേട്ടൻ ചോദിച്ചു, എന്തുവാടാ അവളെ ഇറക്കിയോന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു, ആ ഇറക്കിയെന്ന് പറഞ്ഞു. ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല, ദൈവാധീനം പോലെ ആ ചേട്ടൻ വിളിച്ചതാട്ടോ. അങ്ങനെ അപ്പോൾ അവനോട് പറഞ്ഞു, ഇവരുടെ പണി ചെയ്യുന്ന സ്ഥലത്തോട്ട് വാ, അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. നിങ്ങൾ വേറെ അങ്ങോട്ടും വേണ്ട, അങ്ങോട്ടേ എല്ലാം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ അങ്ങോട്ട് പോയി, കായക്കുളത്തോട്ട് പോയി. അങ്ങോട്ട് പോയി അവിടെ ചെന്ന് നിന്നു. അവരാദ്യം പറഞ്ഞ് ഞങ്ങളെ തിരുത്താൻ നോക്കി, ഇപ്പോഴേ പോവണ്ട, വീട്ടിലോട്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇവനും പോവാൻ, അങ്ങനെയുള്ള രീതി പറഞ്ഞ് തിരുത്താൻ നോക്കി. വീട്ടുകാർ സമ്മതിച്ചിരുന്നു. പക്ഷെ ഞങ്ങളുടെ രണ്ടാറും നിപ്പ് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് രണ്ടുപേരും തീരുമാനിച്ചിറങ്ങിയതാ, ഒരിക്കലും പിന്മാറത്തില്ലെന്ന് മനസ്സിലായി. അപ്പൊ അവരെന്ത് ചെയ്തു, അവരുടെ കാറ് അന്നത്തെ ദിവസം എറണാകുളത്ത് പോകാൻ നിൽക്കുക കേട്ടോ. ഏതോ ഒരു സൗണ്ടിന്റെ എന്തോ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ എറണാകുളത്ത് പോകാൻ നിൽക്കുക. അപ്പം അവര് പറഞ്ഞു, അവരെന്തായാലും എറണാകുളത്ത് പോയിട്ട് വരട്ടെ, അതുവരെ നിങ്ങൾ സേഫ് ആയിട്ടിരിക്കാനെന്ന് പറഞ്ഞു. അതുവരെ ആരുടെയും കയ്യിൽ പെടാതെ, പോലീസുകാർ ആരുടെയും കയ്യിൽ പെടാതെ നിങ്ങൾ എന്തായാലും സേഫ് ആയിട്ടിരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ കാറ് തന്നു, ഒരു കുട്ടി ഫോൺ തന്നു, പിന്നെ കുറച്ച് ക്യാഷ് തന്നു. എന്നിട്ടില്ല സിനിമ സ്ഥലം കാണുന്നതല്ല, നിങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോ, ഞങ്ങൾ വരുന്നതിനും വരെ സേഫ് ആയിട്ടിരിക്കാന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ ഫോൺ തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഞങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ ഇവിടുത്തെ അപ്ഡേഷൻസ് ഒന്നും അറിയാൻ മേല. അപ്പോഴും എൻ്റെ മനസ്സിൽ ഇവൾമാര് ഇനി എന്നെ ചീത്ത വിളിക്കുമല്ലോ, കാര്യം ഇവൾമാർക്ക് ചീത്തോളി കേൾക്കുമല്ലോ. ഇവൾമാരുടെ കെയർ ഓഫിലാണല്ലോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, അവൾമാർ നോക്കിക്കോളാന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇറങ്ങിയത്. എന്നിട്ട് അന്നത്തെ ദിവസം എനിക്ക് വയറിന് വയ്യ. കണ്ട പെട്രോൾ പമ്പിലെല്ലാം കയറി ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ പന്തളത്ത് പോയി. ചേട്ടൻ്റെ ഒരു +1+2 കൂടെ പഠിച്ച ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പോയി. അവിടുന്ന് ചെന്ന് രാവിലെ ആ കൂട്ടുകാരനെ വിളിച്ചുണർത്തി ഉറക്കത്തി എണ്ണിപ്പിച്ച് ഞങ്ങൾ നേരെ പിന്നെ കാറിൽ തന്നെ നിന്ന് കറങ്ങി. കാര്യം എങ്ങും സ്റ്റേ അടിക്കണ്ട, എങ്ങും നിൽക്കണ്ട. അപ്പം എങ്ങും സ്റ്റേ അടിക്കണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങും നിർത്താതെ ഞങ്ങൾ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചു. എന്നിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുമ്പം ഈ എനിക്ക് വരുന്ന സുഖമല്ലാത്ത ഈ പെട്രോൾ പമ്പിലൊക്കെ കയറുമ്പോൾ സേഫ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് കയറുന്നത്. എന്നിട്ട് ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് ഒടുക്കത്തെ വിശപ്പ്. പക്ഷെ എനിക്ക് കഴിക്കാനും പേടിയാ. കാര്യം എനിക്ക് ഇനിയും വയ്യ, പെട്രോളായി പമ്പൊന്നും കയറാൻ വയ്യ. എന്നിട്ട് വയ്യാതിന്റെ പിന്നെ വിശന്നുകൊണ്ട് ഞങ്ങൾ കഴിക്കാൻ കയറി. ഏതോ ഒരു കാട്ടിലെ ഒരു കടയിൽ ഞങ്ങൾ കഴിക്കാൻ കയറി. പക്ഷെ ഫുഡ് സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ഏതോ ഒരു കാട്ടിലെ കടയിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് തിരിച്ചിറങ്ങിയപ്പോയിട്ട് പിന്നെ ഉടൽക്കാലത്തെ മലയുടെ മണ്ടയ്ക്ക് നിന്നൊക്കെ ഇല്ല, ഒരു അഡ്വഞ്ചർ പോലെ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി. ഞാൻ ആ കാറിൽ കിടന്ന് കൂവി അലറി. എന്നിട്ട് ഇറങ്ങി. പിന്നെ അങ്ങ് ബോറടിച്ചു. കാറിൽ തന്നെ ഇരുന്ന് എങ്ങും ഇറങ്ങുന്നില്ലല്ലോ, അങ്ങ് ബോറടിച്ചു. അപ്പോൾ എനിക്കൊരാഗ്രഹം, ഞങ്ങളിതിന് മുന്നേ സ്നേഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഈ തിരുവല്ലയിലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ പേര് അരുവിക്കുഴി, ആ പേര് ഞാൻ മറന്നുപോയി. ഒരിടത്ത് പോയിരുന്നു, തിരുവല്ല എന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് അന്ന് വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ല. ഞങ്ങളത് കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങളങ്ങ് തിരിച്ചു പോകും. അന്ന് അവിടെ ആളില്ലയോ, എന്തോ ഒരു പ്രശ്നം കൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അത് ഞാൻ പറഞ്ഞു, അന്ന് അവിടെ പോയാലോ, അവിടെ ഈ മലയുടെ താഴെ കൊണ്ട് ഇറങ്ങി പോയിട്ട് താഴ്വശത്ത് അങ്ങനെ എന്തോ സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അവിടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അവിടെ ആദ്യം ആ ചേട്ടൻ ഇറങ്ങി നോക്കി, ആരുമില്ല, പോലീസ് അങ്ങനെയൊന്നും ഇല്ലാന്ന് മനസ്സിലായി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, ഞാൻ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിൽക്കുന്ന ആ ഫോട്ടോ കാണിക്കാം. ആ ഫോട്ടോ മുതൽ ഇനി നിങ്ങൾ ഞങ്ങളുടെ ഫോട്ടോ വന്ന് ഞാൻ ആ കഥ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും അങ്ങനെ ഇനി നിങ്ങൾ കാണും കേട്ടോ. ഇനി ഞാൻ തന്നെ ഇങ്ങനെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ നിങ്ങൾ ഇനിയും ഫോട്ടോയും കൂടെ കണ്ടുകൊണ്ട് ഇനി നിങ്ങൾ എന്തായാലും. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ടെൻഷൻ അടിച്ചിരുന്ന സമയത്ത് ആ ആഗ്രഹം സാധിച്ചിരുന്നു. ആദ്യം ഫ്ലോപ്പായി പോയപ്പോൾ, പിന്നീട് ഞങ്ങൾ ബോറടിച്ചിരുന്നപ്പോൾ പിന്നെ വെള്ളച്ചാട്ടം കാണാൻ പോയി. അങ്ങനെയാണ് ഞാൻ ആ ആഗ്രഹം സാധിച്ചെടുത്തത്. അന്നത്തെ ദിവസമാണ്. അത് കഴിഞ്ഞ് പിന്നെ 6 മണിയൊക്കെ ആയപ്പോൾ അവർ എറണാകുളത്തു നിന്ന് തിരിച്ച് അഴീക്കൽ വന്നിരിക്കാമെന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ചേട്ടനെ ഞങ്ങൾ പറഞ്ഞു വിട്ട് നേരെ ഞങ്ങൾ അഴീക്കൽ വന്നു. അവർ പിന്നെ ഫ്രണ്ടിൽ കാറ് വിട്ടുപോയി. ഞങ്ങൾ പുറകിന് പോയി വേറൊരു ചേട്ടൻ്റെ വീട്ടിൽ സ്റ്റേ അടിച്ചു. പിറ്റേ ദിവസം രാവിലെ 7 മണിയാകുമ്പം അമ്പലത്തിലോട്ട് പോകണം. ഞങ്ങളുടെ കല്യാണം നടന്നത് കുറിയപ്പശ്ശേരി ദേവീക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കേട്ടോ.
അപ്പോൾ അങ്ങോട്ട് വേണം. അപ്പോൾ രാവിലെ എണ്ണിച്ചിട്ട് എനിക്ക് ടെൻഷൻ, അവൻ്റെ ടെൻഷൻ എല്ലാം പോയി. അവന് തലേന്നായിരുന്നു ടെൻഷൻ, എനിക്ക് കല്യാണ ദിവസമായിരുന്നു ടെൻഷൻ. അങ്ങനെ വേറൊരു വീട്ടിൽ പോയി സാരിയൊക്കെ എടുത്ത് നേരെ അമ്പലത്തിൽ ചെന്ന് ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ഫോട്ടോസൊക്കെ ആണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങളുടെ കല്യാണം നടന്ന് ഞങ്ങളുടെ ഒരു 10-10:30 ആയപ്പോഴായിരുന്നു ഞങ്ങൾ കല്യാണം കഴിച്ചത്. ആ സമയത്ത് അങ്ങോട്ടായിരുന്നു കേട്ടോ. ഓഗസ്റ്റ് 27-ാം തീയതി അങ്ങനെ ഇവൻ എന്നെ കിട്ടി. അന്നേരം അത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ ടെൻഷൻ. കല്യാണ ദിവസം ഇവന് ടെൻഷനില്ല, എനിക്കാ ടെൻഷൻ ഫുള്ള്. ഇതായിരുന്നു കേട്ടോ എൻ്റെ ആദ്യത്തെ താലി. രണ്ടാമത്തെ താലി ഞാൻ ആദ്യത്തെ താലി മാറ്റി ഇപ്പം വേറൊരു താലിയാണ് കഴിച്ചിരുന്നത്. അത് ചെങ്ങന്നൂർ അമ്പലത്തിൽ പോയി വേറൊരു താലി കെട്ടി. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു, സ്റ്റേഷനിലൊക്കെ പോയി. പിന്നെ അവിടുത്തെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് പിന്നെ ചേട്ടൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം അമ്പലത്തിൽ പോയതാട്ടോ ഇത്. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം അമ്പലത്തിൽ പോയി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചു. അതാണിത്. എൻ്റെ വീട്ടിൽ ഞാൻ പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വിളിച്ചു. 3-ാമത്തെ ദിവസം എൻ്റെ വീട്ടിൽ ഞാൻ പോയി രാത്രിയായപ്പോൾ. പിന്നെ 2 ദിവസമൊക്കെ അവിടെ നിന്നു. അത് കഴിഞ്ഞ് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയി. കാര്യം ചേട്ടൻ്റെ അമ്മൂമ്മയുടെ വീട്ടിലായിരുന്നു നിൽക്കുന്നത്. അപ്പം അമ്മൂമ്മ 2 ദിവസം പിന്നെ കഴിഞ്ഞ് വിളിച്ചു. അതുവരെ ഞങ്ങൾ ചേട്ടൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലായിരുന്നു. പിന്നെ എൻ്റെ ആഗ്രഹമായിരുന്നു ചേട്ടൻ്റെ പേര് ടാറ്റു അടിക്കണമെന്ന്, കയ്യിൽ ടാറ്റു അടിക്കണമെന്ന്. അങ്ങനെ ആ ആഗ്രഹവും ഞാൻ സാധിച്ചെടുത്തു. കയ്യിൽ ടാറ്റു അടിച്ചു. അതൊക്കെ കല്യാണം കഴിഞ്ഞാൽ 1 മാസത്തിൽ തന്നെ ഞാൻ ഇതെല്ലാം സെറ്റാക്കി എടുത്തു എന്നുള്ളതാണ്. ടാറ്റു അടിച്ചു, എല്ലാം ചെയ്തു. അങ്ങനെ ഞങ്ങൾ പിന്നെയുള്ള പ്ലാനായിരുന്നു ഹണിമൂണ് പോകണമെന്ന്. അങ്ങനെ അപ്പോൾ നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്ന സമയമല്ലായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയം നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്ന സമയമായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഹണിമൂൺ പോവുകയാണെങ്കിൽ എന്തായാലും അത് കണ്ടിട്ടില്ല, നേരെ അങ്ങോട്ട് വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ മൂന്നാർ വിട്ടു. 3 ദിവസത്തെ സ്റ്റേ ആയിരുന്നു. 3 ദിവസം ഞങ്ങൾ മൂന്നാറുണ്ടായിരുന്നു. നീലക്കുറിഞ്ഞി അവിടെ പോയി. അവിടെ കയറ്റം കയറിയെങ്കിൽ പൂവുണ്ടോ അതും ഇല്ല. ഈ റീൽസിലൊക്കെ കണ്ടു പോയതാ. പക്ഷെ നേരിട്ട് ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒരു കുന്തോയിലെന്ന്. അങ്ങനെ പിന്നെ നീലക്കുറിഞ്ഞി കണ്ടു കഴിഞ്ഞ് പിന്നെ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോയി. അത് കഴിഞ്ഞ് വേറെ വട്ടവടയിലോട്ട് വിട്ടു. ഇങ്ങനത്തെ സ്ട്രോബെറി അതൊക്കെ കണ്ട് കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവിടെ പോയി. ഇതാണ്ടോ വെള്ളച്ചാട്ടം കാണാൻ പോയത്. പക്ഷേ എനിക്ക് ഹണിമൂണിന് പോയി 2-ാമത്തെ ദിവസം എനിക്ക് പനി പിടിച്ച് എനിക്ക് വെള്ളച്ചാട്ടത്തിലും ഇറങ്ങാൻ പറ്റിയില്ല, ഒന്നിലും ഇറങ്ങാൻ പറ്റിയില്ല. പനി പിടിച്ച് ഞാൻ പിന്നെ അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കിടപ്പിലായിരുന്നു. അങ്ങനെ എൻ്റെ ഹണിമൂൺ ചീറ്റിപ്പോയി. എനിക്കൊന്നും ആഘോഷിക്കാൻ പോലും പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഹണിമൂണൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഡെലിവറി സ്റ്റോറിക്കകത്ത് എൻ്റെ ഒരു കസിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നെന്ന്. അങ്ങനെ ഞങ്ങൾ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് ഡ്രസ്സൊക്കെ എടുക്കാനും അങ്ങനെ ഒരാഴ്ച പിന്നെ അങ്ങനെ പോയി. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ കല്യാണ വീട്ടിൽ പോയി. ആ ഫോട്ടോസൊക്കെ ആയി കാണുന്നത് കേട്ടോ. അങ്ങനെ കല്യാണ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു ഇപ്പോൾ ഈ ഫോട്ടോ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ട് ഒരു കൊച്ചിനെ കളിപ്പിച്ചോണ്ടിപ്പോൾ ഞങ്ങളെ കളിയാക്കിയെന്നൊക്കെ. ആ കൊച്ചിനെ ചേട്ടൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനെടുത്തോണ്ടിരുന്നപ്പോഴാണ് പറഞ്ഞ എല്ലാവരും എന്തോ എടുത്ത് പഠിച്ചോ താമസിക്കാതെ ഒരു കുട്ടി കൂടെ വരുമല്ലോ എന്നൊക്കെ. പക്ഷേ ഈ സമയത്തും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഞാൻ പ്രഗ്നൻ്റ് ഈ ടൈമിൽ. പക്ഷെ ഞാനും ചേട്ടനും ആരും അറിയുന്നില്ല. എൻ്റെ പീരിയഡ്സ് മിസ്സായിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ച് ഞാൻ ഒരിക്കലും പ്രഗ്നൻ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു. ഈ കൊച്ചിനെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ എല്ലാവരും അങ്ങനെ. പക്ഷെ എനിക്ക് വയറുവേദന ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വയറുവേദന പീരീഡ്സിൻ്റെ ഒന്നും പറഞ്ഞുകൊണ്ടിരുന്നു, പക്ഷെ അതിൻ്റെ അല്ലായിരുന്നു. അങ്ങനെ ഇതൊരു 4-3 ദിവസത്തെ കൊണ്ടൊരു കല്യാണമായിരുന്നു കേട്ടോ. ഞാനിവിടെ DJ പാർട്ടിക്കൊക്കെ ഭയങ്കര തുള്ളിച്ചാട്ടമായിരുന്നു. പക്ഷേ ഈ തുള്ളിച്ചാട്ടത്തിലൊക്കെ ഞാൻ എൻ്റെ വയറ്റിലൊരു കുഞ്ഞിനിട്ടാണ് ഞാൻ തുള്ളിച്ചാടുന്നത്. പക്ഷെ എനിക്കറിയത്തില്ല ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. അങ്ങനെ എന്താ ഈ വീട്ടിലെ കല്യാണ സമയത്തൊക്കെ എനിക്ക് ഉണ്ടല്ലോ ഓരോ കൊതിയുണ്ട്. എന്താ ഈ നാടൻ ഫുഡ് കഴിക്കാം. അപ്പോൾ ഈ സദ്യയൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഈ എപ്പോഴും കയറി ഇറങ്ങി കഴിക്കുമായിരുന്നു. സദ്യയും ഈ നാടൻ ഫുഡ് പിന്നെ ഈ മധുരമൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കാൻ. ഇത് കണ്ട് ഈ കണ്ണാടി വെച്ച് എൻ്റെയോ കല്യാണത്തിന് എനിക്ക് ഇങ്ങനെ ഒരുങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അവിടുത്തെ ചേച്ചിയുടെ ആ കണ്ണാടി വെച്ചിട്ട് എടുത്ത എൻ്റെ കോലാഹലങ്ങൾ ഫോട്ടോയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പിന്നെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് പോകുന്ന ഇതാണ്. അപ്പം എനിക്കൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു പോവാൻ. ഞാൻ ആദ്യം അമ്മയോട് പറഞ്ഞേ ഞാൻ വരുന്നില്ലെന്ന്. പക്ഷെ അമ്മ പറഞ്ഞു അല്ല വരണം. അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെയും ചേട്ടനെയും പിടിച്ച് വലിച്ചുകൊണ്ട് പോയതാ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പുതുപ്പെണ്ണും പുതുചെറുക്കലും പോലെ ഞങ്ങൾക്കായിരുന്നു. ഞങ്ങളോടായിരുന്നു എല്ലാവരും കാര്യങ്ങളൊക്കെ.
പക്ഷേ ഉണ്ടല്ലോ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഈ ചേച്ചിയുടെ കല്യാണം കണ്ടപ്പോൾ എനിക്ക് ആഗ്രഹം, എൻ്റെ മനസ്സിലൊരു ആഗ്രഹം പൊട്ടിപ്പൊളിച്ചു. ഇങ്ങനെ ഞങ്ങളുടെ കല്യാണവും കഴിഞ്ഞിരുന്നെങ്കിൽ ഇതിലും സൂപ്പറായിട്ട് എൻ്റെ കല്യാണം നടക്കത്തില്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ വന്നായിരുന്നു കേട്ടോ. ഞാനത് ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ബാ എന്നാൽ നമുക്ക് വീട്ടുകാരോട് പറഞ്ഞിട്ടോ. അപ്പം ഞാൻ ഓർത്ത്, ഈ അച്ഛനമ്മ നേരത്തെ ഇതൊക്കെ എൻ്റെ വീട്ടിൽ സമ്മതിച്ചിരുന്നെങ്കിൽ, ഈ സ്നേഹം കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ കല്യാണം ഇപ്പോൾ ഇതുപോലെ ആഘോഷിച്ചൊക്കെ നടക്കത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ വിചാരിച്ച് ഒരാളുടെ കല്യാണം കാണുമ്പോൾ നമുക്കിങ്ങനെ തോന്നുമല്ലോ, എൻ്റെ കല്യാണം ഇങ്ങനെ നടന്നിരുന്നെങ്കിലെന്ന്. കല്യാണ ദിവസം ഞങ്ങളുടെ കോസ്റ്റ്യൂമായിരുന്നു കേട്ടോ. ഞാനൊരു പിങ്ക് കളർ ലെഹങ്കയും ചേട്ടനെ കൊണ്ട് ഞാൻ പിങ്ക് കളറിൻ്റെ ഷർട്ട് ഇടിപ്പിച്ചു. ഞങ്ങളങ്ങനെ കപ്പിൾ ഡ്രസ്സിലൊക്കെ പോയി. ഞാനപ്പം അമ്മ എന്നെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയേക്ക് ഒരുക്കിയൊക്കെ തന്നു. അത് ഇപ്പം ഈ കല്യാണത്തിന് മാത്രമല്ല, ഞാൻ എൻ്റെ ബന്ധുവിൻ്റെ ഏത് കല്യാണം വന്നാലും ഞാൻ സ്വയമായിട്ട് ഒരുങ്ങത്തില്ല. ഞാൻ പോയി ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങത്തുള്ളൂ. അങ്ങനെ അടുക്കളകളിലൊക്കെ വന്നു കഴിഞ്ഞ് 3 ദിവസം പിറ്റേ ദിവസം 2ാമത്തെ ദിവസം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കാണുന്ന കാഴ്ചയാണ് പോസിറ്റീവ്. അങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ ഈ കാര്യം ഞാൻ ഡെലിവറി സ്റ്റോറി പറഞ്ഞിരുന്നില്ല, വീണ്ടും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ പിന്നെ ഫാമിലിയൊക്കെ അറിയിച്ചു. അവരുടെയൊക്കെ കളിയാക്കലേ കേട്ടു. ഇപ്പോഴേ ഇല്ല, ഞങ്ങൾ അന്നേ പറഞ്ഞല്ലേ കൊച്ചിനെ എടുത്ത് പഠിച്ചോളായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, 2 പേരും പറഞ്ഞു ഇപ്പോഴേ ഇല്ല എന്ന്. ആ വാക്കും പറഞ്ഞ് ഞങ്ങളുടെ ഫാമിലിയിലുള്ളവരെല്ലാവരും കളിയാക്കി. അത് കഴിഞ്ഞ് പിന്നീട് കുഞ്ഞിനെ കാത്തിരിക്കുന്ന ദിവസങ്ങളായിരുന്നു. അങ്ങനെ കുറേ ഫോട്ടോഷൂട്ടും അതും ഇതും എല്ലാം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടനെ ഞങ്ങൾ ദുബായിലോട്ട് പറപ്പിച്ചു. അങ്ങനെ എനിക്ക് 2ാം മാസമായപ്പോൾ ഞാൻ ചേട്ടനെ വിസിറ്റിംഗ് വിസയിൽ ദുബായിലോട്ട് വിട്ടു. കാര്യം എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ദുബായിലായിരുന്നു സമയത്ത്. അപ്പം അവിടെ ചെന്ന് ജോലി നോക്കാമെന്നും പറഞ്ഞ് ചേട്ടൻ ദുബായിലോട്ട് പോയി കേട്ടോ. അങ്ങനെ ചേട്ടൻ ദുബായി പോയി കഴിഞ്ഞ് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. കാര്യം ചേട്ടനെടുത്തില്ല, എനിക്ക് ഭയങ്കര വിഷമോ. ആ സമയത്ത് അങ്ങനെയൊക്കെ വരുമല്ലോ. ഞാൻ കേട്ടിട്ടുമുണ്ട് ആ സമയത്ത് ഹസ്ബൻഡ് കൂടെ ഇല്ലാത്തപ്പോൾ ഭയങ്കര ഇതായിരിക്കും. പിന്നെ ചേട്ടൻ തിരിച്ചു പോയി വന്നപ്പോൾ ഞാൻ പിന്നെ ചേട്ടനെ വിട്ടില്ല കേട്ടോ. പോവണ്ടെന്ന് പറഞ്ഞു, എനിക്ക് കൂടെ കാണണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചേട്ടനെ വിട്ടില്ല. അങ്ങനെ ചേട്ടൻ എൻ്റെ 4ാം മാസമൊക്കെ ആയപ്പോഴത്തേനും ചേട്ടൻ തിരിച്ചു വന്ന് പിന്നെ ചേട്ടനെയും കൊണ്ട് ഞാൻ പല റീലും ഒക്കെ കാണുമ്പോൾ ഈ ഹസ്ബൻഡിനെയും കൊണ്ടൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോകും. അപ്പം ഞാൻ പോകുമ്പോൾ അമ്മയും കൊണ്ട് പോകുന്നതിൻ്റെ അല്ല, ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ. ഞാനപ്പോൾ ചേട്ടനോട് പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും കൂടുണ്ട്, പക്ഷെ എനിക്ക് മാത്രം കൂടില്ല. അപ്പോഴും പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എന്നോട് ചോദിക്കും ഞാൻ നാട്ടി വരട്ടേന്ന് ചോദിക്കും. പക്ഷെ ഞാൻ ആ സമയത്ത് സമ്മതിക്കത്തില്ല, വേണ്ട നീ നാട്ടി വരണ്ടെന്ന് പറയും. പക്ഷേ അവൻ നാട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയും പോകണോ? അവൻ പറഞ്ഞോ പോകുന്നില്ല. അങ്ങനെ ഞങ്ങൾ സെറ്റാക്കി. പക്ഷെ വീട്ടിലൊക്കെ ആദ്യം അയ്യോ പോകുന്നില്ല എന്നൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷെ വീട്ടിലും അത്ര വലിയ സീനില്ലായിരുന്നു കേട്ടോ. എങ്കിൽ പോകണ്ട, എൻ്റെ ഏജും അവൾക്ക് അതൊരു ടെൻഷനാണെങ്കിൽ അത് കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ വീട്ടുകാരും ഓക്കെ പറഞ്ഞു. എങ്കിൽ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് പോട്ടെ എന്നുള്ള ഇതായി. അങ്ങനെ 5 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി പോയി കേട്ടോ കാനഡയിൽ. എൻ്റെ ചേച്ചി പോയി കാനഡയിൽ. അവളെൻ്റെ കുഞ്ഞിനെ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് ഇപ്പം കുഞ്ഞിന് 1 വയസ്സായില്ലേ, 1.25 വയസ്സായില്ലേ. അവൾ പോയിട്ട് ഇപ്പോൾ 2 വർഷം ആവാൻ പോകുന്നു. അവൾ ഇന്നേരം എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടി കൂടുതൽ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന അവളാണെന്ന് തോന്നുന്നു. അത്രയ്ക്ക് അവളൊരു 100 വട്ടം വിളിക്കും കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട്. അവളാ ഇപ്പം എൻ്റെ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ എടുക്കാനും കാണാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അവളാ. അപ്പോൾ അങ്ങനെ ചേച്ചി പോയി. ഇപ്പം ചേച്ചി പോയപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഡെലിവറി സമയമാകുമ്പോൾ എനിക്ക് എന്തൊക്കെ കുഞ്ഞിന് വേണ്ടിയിട്ട് വാങ്ങിക്കണ്ടേ, എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ അവൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇതാണല്ലോ. അമ്മയ്ക്കും ഒന്നും അറിയത്തില്ല, ചേട്ടനും ഒന്നും അറിയത്തില്ല, എനിക്കും വലിയതായിട്ട് പിടുത്തമൊന്നുമില്ല. അപ്പം ഇവിടെ രാവിലെ ആകുമ്പോൾ അവിടെ രാത്രിയൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് മെസ്സേജ് ഒന്നും കിട്ടത്തില്ല. ഇവിടെ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ ഛർദ്ദിച്ചൊക്കെ നല്ല ക്ഷീണിച്ച് കിടക്കുകയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അവൾ പോയപ്പോൾ. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ കുറച്ച് പിക്സായിട്ട്. ഞാൻ 8ാം മാസമൊക്കെ
7 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മെറ്റേണിറ്റി ഷൂട്ട് നടത്തി വെച്ചു. എല്ലാവരും പറയും 8ാം മാസം ആകുമ്പോഴത്തേനും ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് 8 മാസം ആകുമ്പോഴത്തേനും സൂക്ഷിച്ചിരുന്നോളൂ. എങ്ങാനും നേരത്തെ വരും ഡെലിവറി നടന്ന് എനിക്ക് മെറ്റേണിറ്റി ഷൂട്ട് നടത്താൻ പറ്റിയല്ലോ എന്ന് ചൊല്ലി അങ്ങനെ പേടിച്ചാൽ 8ാം മാസം ആകുന്നതിന് മുന്നേ ഞാൻ എൻ്റെ മെറ്റേണിറ്റി ഷൂട്ട് അങ്ങ് നടത്തി. അഴീക്കൽ ബീച്ചിൽ വെച്ചായിരുന്നു കേട്ടോ എൻ്റെ മെറ്റേണിറ്റി ഷൂട്ട്. അതെല്ലാം അങ്ങ് നടത്തി വെച്ചു. എങ്ങാനും നേരത്തെ പ്രസവിച്ചാലോ അത് മാത്രമല്ല, ഞാൻ എൻ്റെ ഡെലിവറി ബാഗ് തന്നെ പാക്ക് ചെയ്ത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കുഞ്ഞിനുള്ള എല്ലാ സാധനവും ഒരുമിച്ച് ഇങ്ങ് വാങ്ങി കേട്ടോ. അതിൻ്റെ പകുതി മുക്കാൽ സാധനം പോലും ഇവൻ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോഴും പുത്തം പോലെ മണ്ടയ്ക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഒരു ബെഡേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ, ബാക്കി 2 ബെഡും അതേപോലെ തന്നെ ഞാൻ മണ്ടയ്ക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. പിള്ളേർക്കുള്ള ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ചേച്ചിക്ക് എല്ലാം അറിയത്തുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു പേജ് ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊന്നും അറിയത്തില്ല, അവളോട് ചോദിച്ചാൽ അവൾ പറഞ്ഞു തന്നാലും എനിക്ക് കടയിൽ പോയോ അവനോ കടയിൽ പോയോ അങ്ങനെ വാങ്ങിക്കാൻ അറിയത്തില്ല. അങ്ങനെയാണ് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിന് കൊടുത്തു. അങ്ങനെ അത് വഴി കൊറിയർ വഴി കിട്ടുമായിരുന്നു. ഇതായിരുന്നു കേട്ടോ എനിക്ക് കുഞ്ഞ് ജനിച്ചപ്പം ഞങ്ങൾ പോസ്റ്റിലിട്ട് കുഞ്ഞ് വന്നെന്നുള്ളൊരു പോസ്റ്റ് ഇട്ടത്. ഈ ഫോട്ടോ എൻ്റെ വീട്ടിൽ ആ സമയത്ത് ഒരു പട്ടിക്കുഞ്ഞ് പ്രസവിച്ചു കേട്ടോ. ആ സമയത്ത് എടുത്ത ഫോട്ടോ. പക്ഷേ ആ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടപ്പോഴത്തേന് കുറേ പേര് പറഞ്ഞു ഈ സമയത്ത് ഇങ്ങനെ പട്ടിക്കുട്ടിയൊന്നും എടുക്കരുത്, അതിൻ്റെ രോമമൊക്കെ ഒളിച്ചെന്ന് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതോടെ ഞാൻ ആ പട്ടിക്കുട്ടി എടുക്കലൊക്കെ നിർത്തി. എൻ്റെ ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോ കേട്ടോ. ഈ ഫോട്ടോസ് എല്ലാം എൻ്റെ ബർത്ത്ഡേക്ക് എടുത്ത അന്ന് എനിക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല, അന്ന് ഒട്ടും വയ്യായിരുന്നു. പിന്നെ ഞങ്ങൾ തുണിയൊക്കെ എടുത്തിട്ട് വെളിയിൽ പോയി ഒന്ന് ആവത് വീണപ്പോൾ എടുത്ത ഫോട്ടോസാണ്. അന്ന് ഛർദിലൊക്കെ ആയിരുന്നു. പിന്നെ ഓഗസ്റ്റ് 7ാം തീയതി ഞങ്ങൾ അഡ്മിറ്റായി. എന്നെ നടത്തിക്കുന്നതായിരുന്നു ആ വീഡിയോ കേട്ടോ. ഇത് ഞാൻ പ്രസവിച്ചു കുഞ്ഞിനെ കാണാൻ പോകുന്ന അച്ഛൻ്റെ തിടുക്കം. അങ്ങനെ എൻ്റെ കുഞ്ഞിനെ എല്ലാവരും കാണും. ഈ മൊമെൻറ്റ് സത്യം പറഞ്ഞ എല്ലാ അമ്മമാർക്കും നേരിട്ട് കാണാൻ നല്ല ആഗ്രഹം ഉള്ളൊരു മൊമെൻ്റ്. ആ കാര്യം അവരുടെയൊക്കെ സന്തോഷം നേരിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷെ അതങ്ങനെ ആർക്കും കാണാൻ പറ്റത്തില്ല. ഞാനിതെല്ലാം ഷൂട്ട് ചെയ്ത് വെക്കണേന്ന് നേരത്തെ ചേട്ടൻ അനിയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരോടൊക്കെ. അപ്പോൾ അവർ ഷൂട്ട് ചെയ്ത് വെച്ച് ഞാനങ്ങനെ ഇതൊക്കെ നമുക്ക് പിന്നെ റൂമിൽ വന്നപ്പോൾ ഫോൺ എടുത്ത് ഞാൻ ഈ മൊമെൻ്റ് ആയിരുന്നു നോക്കിയത്. ഇവരുടെയൊക്കെ സന്തോഷം എങ്ങനെയായിരുന്നു നമുക്കത് നേരിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ. നമുക്കിങ്ങനെ വീഡിയോയിലെല്ലാം എടുത്ത് വെച്ചേക്കുന്നതല്ലേ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ആയി വന്നു. വീട്ടിൽ വന്ന് വീണ്ടും 2 ദിവസം കഴിഞ്ഞ് അതേപോലെ കെട്ടും കിടക്കി എടുത്ത് പോയി കേട്ടോ. പിന്നെ കുഞ്ഞിൻ്റെ കയ്യിൽ ഇത് വന്നു. ഞാനെല്ലാം ഡെലിവറി സ്റ്റോറിക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീടുള്ള കാത്തിരിപ്പെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ 28 ആൺപിള്ളേർക്ക് 27ാമത്തെ ദിവസമാണല്ലോ നൂലുകെട്ട് വരുന്നത്. പെൺകുട്ടികൾക്കാണല്ലോ 28 ദിവസം. എല്ലായിടത്തും അങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇവിടെ അങ്ങനെ കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കും കൈയും കാലും ഒക്കെ എന്തിനാണ് എടുത്തിടുന്നതെന്ന്. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു മൊമെൻ്റ് അല്ലേ, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കുഞ്ഞിൻ്റെ കൈയും കാലും എല്ലാം അങ്ങ് ആഡ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. അത് എൻ്റെ ഒരു സന്തോഷം. പിന്നെ കുഞ്ഞിൻ്റെ 28 തുണിയൊക്കെ എന്ന് വെച്ചാൽ ഞാൻ അതും 8ാം മാസത്തിൽ തന്നെ ഞാൻ കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തായിരുന്നു. അതെല്ലാം ഞാൻ 8ാം മാസത്തിൽ തന്നെ ചെയ്തു വെച്ചു. കാര്യം 9ാം മാസം ആകുമ്പോഴത്തേക്കും ഞാൻ പ്രസവിച്ചാലോന്ന് ചൊല്ലി. ഇതാണ് 28 ഞങ്ങളുടെ കോസ്റ്റ്യൂം. ഈ വീഡിയോയ്ക്കകത്തിൽ എൻ്റെയും ചേട്ടൻ്റെയും മുഖത്ത് ഓരോ ഭാവങ്ങൾ കണ്ടോ. കാര്യം ഞങ്ങൾക്ക് 2 പേർക്കും കൊച്ചിനെ എടുക്കാൻ അറിയത്തില്ല, എടുത്ത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇവൻ താഴെ പോവോ എന്തുവാ നമുക്കൊരു പേടിച്ചിട്ട് ഞങ്ങൾ 2 പേരും ഇവരെ ഞെക്കി പൊട്ടിക്കുക, അങ്ങനെ പിടിച്ച് കെട്ടുക. പക്ഷേ എല്ലാ പിള്ളേരും 28 കെട്ടുമ്പോൾ ഈ താളത്തിലൊക്കെ നിർത്തുമ്പോൾ കരയും. ഇവൻ കരഞ്ഞില്ല, ഭയങ്കര ഉറക്കമായിരുന്നു. അവൻ അറിഞ്ഞതേ ഇല്ല, പുള്ളിക്കാരൻ അറിഞ്ഞതേ ഇല്ല ഇതൊന്നും കെട്ടുന്ന കാര്യമൊന്നും, കരഞ്ഞതേ ഇല്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവൻ എന്തൊരു ഉറക്കം, ഇവനൊന്ന് എണ്ണിക്ക്. ഇവനെല്ലാവരും ഉണർത്താൻ നോക്കുമായിരുന്നു. എൻ്റെ പ്രാർത്ഥന ദൈവമേ ഉണർന്നില്ലേ. ഉണർന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര അലമ്പാ, ഭയങ്കര കരച്ചില്ല. പിന്നെ പാല് കൊടുത്തില്ലെങ്കിൽ ആള് എന്താ സൈലൻ്റ് ആവത്തില്ല, ഭയങ്കര അലമ്പായി ഇവൻ. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയും അതായിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ടോ ഇവനെ ഞാൻ ആ പിടിക്കുന്നതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിച്ചാണ് പിടിക്കുന്നത്. എനിക്ക് പേടി ഇവൻ താഴെ എങ്ങാനും കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ 28 കഴിഞ്ഞ് ഇവൻ എൻ്റെ ദേഹത്തെല്ലാം മുള്ളി വെച്ച് പിന്നെ എനിക്ക് ആ ഡ്രസ്സ് ഇട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. ഇവൻ എൻ്റെ ദേഹത്തെല്ലാം സാധിച്ചു വെച്ചുകൊണ്ട് എനിക്ക് പിന്നെ ആ ഡ്രസ്സ് ഇടാൻ പറ്റില്ല. പിന്നെ ഞാൻ പോയി വേറെ കുർത്ത എടുത്തിട്ട് പിന്നെ അതിലായിരുന്നു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. ഇവൻ എൻ്റെ ആ ഒരു ആഗ്രഹം പൊളിച്ചു തന്നു. കാര്യം ആ ഡ്രസ്സ് എടുത്താൽ എൻ്റെ സിംഗിൾ ഫോട്ടോ എടുക്കണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവൻ അതെല്ലാം പൊളിച്ചടുക്കി എൻ്റെ കയ്യിൽ തന്നു. അങ്ങനെ 28 കഴിഞ്ഞു, സദ്യയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ്
വിരുന്നുകാരെല്ലാം പോയി. പിന്നെ ഗിഫ്റ്റൊക്കെ പൊട്ടിക്കണമല്ലോ, ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് ഗിഫ്റ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഉള്ള ആക്രാന്തമായിരുന്നു എനിക്ക്. അങ്ങനെ ഗിഫ്റ്റ് പൊട്ടിയിരുമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എന്താ എല്ലാം ഇവൻ തന്നെ കുഞ്ഞിനുള്ളതാണ്. പക്ഷെ കുഞ്ഞിനുള്ളത് കാണാൻ നമുക്കൊരു ഉത്തരവുണ്ടല്ലോ. അതെല്ലാം ഗിഫ്റ്റ് പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവൻ്റെ ഓരോ വളർച്ച, ഇങ്ങനെ ഓരോ ഇതുണ്ടല്ലോ, ഓരോ സ്റ്റേജ് ഇവർ വളർന്നു വരുന്നത്. ഇവൻ വളർന്നു വരുന്തോറും വൻ കുരുപ്പായിട്ടാണ് വരുന്നത് കേട്ടോ. എന്തൊരു വികൃതിയാണെന്ന്. നമ്മൾ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് ഓടും. അങ്ങനത്തെ ടൈപ്പാണ് ഇവൻ. പിന്നെ എന്താ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും ചേട്ടനും വഴക്കൊക്കെ ഇട്ടു, പിണങ്ങി അങ്ങും ഇങ്ങും മാറി നിന്നു. ജീവിതമല്ലേ, അപ്പോൾ ഒരുപാട് വഴക്കും അടിയിടിയൊക്കെ കാണുമല്ലോ. അങ്ങനെ എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നത്. കല്യാണം കഴിഞ്ഞ് കുഞ്ഞിനൊരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടിയൊക്കെ ഇട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ നിന്നു. പിന്നെ പുള്ളിക്കാരൻ വന്ന് വിളിച്ചു, പിന്നെ ഞാൻ പോയി. അങ്ങനെ വഴക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുഞ്ഞിൻ്റെ ചോറൂണൊക്കെ അടുത്ത് കേട്ടോ. കുഞ്ഞിൻ്റെ ചോറൂണ് 5-ാം മാസത്തിലല്ലേ ആൺപിള്ളേർക്ക്. ഇതിന് മുന്നേ ഗുരുവായൂരും ചോറ് കൊടുത്തയാട്ടോ ഇത്. അതിന് മുന്നേ ഞങ്ങൾ ചെട്ടിളങ്ങര അമ്പലത്തിലും പിന്നെ കാട്ടിലമ്പലത്തിലും ചോറൂണ് കൊടുത്തായിരുന്നു. പക്ഷെ ആ ഫോട്ടോ ഒക്കെ പോയി. എൻ്റെ ഫോൺ മാറിയതോടെ, ഫോൺ പൊട്ടിപ്പോയതോടെ ആ ഫോണിലായിരുന്നു എല്ലാ ഫോട്ടോസും ഉള്ളത്. ഇതൊക്കെ ഞാനിപ്പോൾ എടുത്തതല്ല ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അങ്ങും ഇങ്ങും എന്നൊക്കെ സ്റ്റോറി ഇട്ടതും. പിന്നെ ചേട്ടനായി കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു, പിന്നെ ലാപ്പിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത അത് അവിടെ നിന്നൊക്കെ കയറ്റിയ ഫോട്ടോസായി ഇതൊക്കെ കാണുന്നത്. ഒന്നിനും ക്ലാരിറ്റി ഒന്നും വലുതായിട്ടൊന്നും കാണത്തൊന്നുമില്ല. പിന്നെ ഞങ്ങൾ കുഞ്ഞിന് 1 വയസ്സാറായപ്പോഴത്തേനും ഞങ്ങൾ കൊച്ചിയിൽ പോയി. ഞങ്ങൾ കൊച്ചിയിലായിരുന്നു. ഞങ്ങളുടെ 3 മാസത്തോളം ഞങ്ങൾ കൊച്ചിയിലാണ്. ഞാനവിടെ ഒരു ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, ചേട്ടനും അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആഴ്ചയിൽ വരും, ചില ആഴ്ചയിലൊന്നും വരാൻ പോലും പറ്റത്തില്ല, കുഞ്ഞിനെ കാണാൻ പറ്റത്തില്ല, ലീവ് കിട്ടത്തില്ല. അങ്ങനെ 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോഴൊക്കെ വരും. പിന്നെ ഓണത്തിന് വരും. അങ്ങനെയൊക്കെ ആയിരുന്നു. എൻ്റെ ബർത്ത്ഡേക്ക് ഞാനിന്ന് കൊച്ചിയിൽ ആഘോഷിക്കാൻ പോയത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചത് കൊണ്ട് കൊച്ചിയിൽ ജോലി ചെയ്തുകൂടാ, അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു. കൊച്ചിയിൽ സെറ്റിലായി 3 മാസം. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ, അവന് 1 വയസ്സായി, ഓഗസ്റ്റ് 8-ാം തീയതി ആയി. അത് വലിയ രീതിയിലൊന്നും ആഘോഷിച്ചില്ല. ഇങ്ങനെ ഞങ്ങൾ അഴീക്കൽ ബീച്ചിൽ പോയി. അവന് കേക്ക് മുറിച്ചു. ആദ്യം അവന് കേക്ക് കഴിക്കാൻ നല്ല മടിയായിരുന്നു. പിന്നെ അവന് കേക്കിൻ്റെ ടേസ്റ്റ് പിടിച്ചപ്പോൾ കേക്ക് കൊടുക്കാത്തതിൻ്റെ പേരിലടിയായിരുന്നു. കേക്ക് താഴെ കണ്ടു. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് അന്ന് വൈകിട്ട് ഞങ്ങൾ തിരിച്ച് പിന്നെയും കൊച്ചി പോവുക. 1 ദിവസത്തെ ലീവ് എടുത്ത് വന്നതാണ് ഇവൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്. വെളുപ്പിനെ 5 മണിക്കാണ് അന്നത്തെ ദിവസം ഞങ്ങൾ ഇവിടെ എത്തുന്നത്. 5 മണിക്ക് വന്നു. അത് കഴിഞ്ഞ് അഴീക്കൽ പോയി കേക്ക് കട്ട് ചെയ്തു. ഒരു 4 മണി 5 മണി വൈകിട്ടായപ്പോഴത്തേനും ഞങ്ങൾ പിന്നെയും തിരിച്ചു പോയി. പിറ്റേ ദിവസം പിന്നെയും ജോലിക്ക് കയറി. അങ്ങനെ ആയിരുന്നു. ഞങ്ങൾക്ക് ലീവൊന്നും കിട്ടിയില്ല. പിന്നെ വരുന്നത് ഓണത്തിനെങ്ങാണ്ട, ഓണത്തിനെന്തോ പിന്നെ വരുന്നത്. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഓണത്തിനെടുത്ത ഫോട്ടോസ് 2 മാസം 3 മാസം എന്തോളം നിന്നു. അത് ഞങ്ങൾ ഇപ്പം നാട്ടിലാട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ എനിക്ക് അവിടെ മടുത്തായിരുന്നു. രാവിലെ എണ്ണിക്കണം, കറിയൊക്കെ വെക്കണം, പിന്നെ ക്ഷീണിച്ച് വന്ന് കിടക്കണം, ജോലി ചെയ്യണം, മടുപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് പോന്നു. ഇപ്പം നാട്ടിൽ തന്നെ. ഇപ്പം ചേട്ടൻ നാട്ടിൽ വർക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ കുഞ്ഞിനെ നോക്കി വീട്ടിലിരിക്കുന്നു. അവനെ നോക്കൽ തന്നെ ഇത് വൻ ജോലിയാണ്. ചുമ്മാറ് കേട്ടോ. ഭയങ്കര കുരുപ്പാവൻ. എന്താ അടങ്ങിയൊന്നും ഇരിക്കത്തില്ല. എന്നെ ഇട്ട് എന്തോരം വളയ്ക്കാവോ അത്രത്തോളം അവൻ വളയ്ക്കും. പിന്നെ എന്നെ അവൻ ഒരുപാട് അടിച്ച് കൊന്നിട്ടേക്കുക. അങ്ങനെയാണെന്ന് മിണ്ടത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.